അപ്പം മമ്മൂട്ടി പറഞ്ഞു, നീ പറ, എന്തായാലും ഇത്രയൊക്കെ ആയി, പറ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഭക്ഷണമൊക്കെ വിളമ്പുന്ന ഒരു പ്രതീക്ഷയില്ലാതിരുന്ന ജോസ് എന്ന് പറഞ്ഞതാണ്. ജോസ് ഒരു ചായപാത്രം വീഴുന്ന ജോസിന്റെ ഒരു ദുഃഖമുണ്ട്. ഇത്രയും കാലം എന്നിൽ നിന്നും മറച്ചു വെച്ച ഒരു വാക്ക് നേരത്തെ പറയണമായിരുന്നു. ചായയിലൊക്കെ ഞാൻ എന്ത് മധുരമിട്ട്. അപ്പം ഉർവശിയുടെ ഒരു സ്ക്രീനിങ്ങിന്റെ സൗണ്ടാണ്. ഉർവശിയെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ വായിൽ നിന്ന് ഇങ്ങനൊരു സൗണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. പറ്റത്തില്ല, സത്യം പറയണം, സത്യം പറയണം. അപ്പൊ ഞാൻ ഒരു ഡ്രൈവർ ഉണ്ട് പൊട്ടപ്പന്റെ, അവൻ വേറെന്തോ പണി നോക്കി കാരണമാക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, ഡ്രൈവർ കുട്ടപ്പൻ ഒരു ഹോണിന്റെ സൗണ്ട് കിട്ടി. നിങ്ങൾ ഫ്രണ്ടിലോട്ട് വീണതാണോ അതോ കൈ തട്ടിയതാണോ പറഞ്ഞത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നേരത്തെ കാട്ടി മോശപ്പെട്ട ഒരു സൗണ്ട് ഉർവശി സുന്ദരിയുടെ വായിൽ നിന്ന്. കാര്യം ഉർവശിക്കാരല്ല, ഇവർക്ക് വിശ്വസിക്കാൻ. അവ എല്ലാവരും പറഞ്ഞു, എന്താണ്, ആരാണ്, എന്താണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ഇത് പറയാൻ ഉർവശിക്ക് ഇഷ്ടമല്ല, ഞാൻ പറയത്തില്ല, ഞാൻ പറയത്തില്ലെന്ന് പറയാം. അതൊരു സസ്പെൻസ് ആയിട്ട് എത്രയോ കൊല്ലം പലരും എന്നോട് പറഞ്ഞു, നീ അങ്ങനെ പറ്റുമോ? അല്ല, ശരി. എന്റെ ടൈലന്റ് എന്ന് പറഞ്ഞ ഉർവശി പറഞ്ഞു, അവിടെ പോയിരുന്നു, തലവേദനയില്ലേ, അവിടെ പോയിരുന്നു. ഞാൻ പറഞ്ഞല്ല, വേറൊരു ഗെയിമുണ്ട്, നീ ഒരു ഗെയിമും അവിടെ പോയിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് അവിടെ പിടിച്ചിരുത്തിയ ഒരു ചെറിയ എത്ര എക്സ്പ്രഷൻസ് ആണ് ഒരു ആക്ടർ എന്ന നിലയിലൊന്നും എനിക്ക് കിട്ടിയത്. അത് ഞാൻ ഇപ്പോൾ നന്ദി പറയുന്നു. മകളെ ആരാന്നറിയാമോ? ഈ 3 തരത്തിൽ ഉള്ള കാര്യങ്ങളാണ്, എല്ലാം സന്തോഷമുള്ള കാര്യങ്ങളാണ്. അഭിലാഷ് ആണ് ഇതിന്റെ